പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ 7ാം ക്ലാസ്സുകാരുടെ പരീക്ഷയാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ചിലരൊന്നും പഠിക്കാൻ കുറച്ച് വിട്ടുപോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായി നമുക്കറിയാം വാചകങ്ങളും എഴുതണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നോട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പദസമ്പത്ത് നിർബന്ധമായി ഉണ്ടായിരിക്കണം അല്ലേ. നല്ല വാക്കുകൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തിനെക്കുറിച്ച് തന്നാലും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും അതിലൊരു തിയറിയോ കാര്യങ്ങളോ ഒന്നുമല്ല, അതിൻ്റെ ഭാഷയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മെയിനായി വേണ്ടത് എന്താ, വാക്കുകളാണ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകളുണ്ടെങ്കിൽ ഏത് പ്രവർത്തനമാണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. ഒരു ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറഞ്ഞത് എന്ന് നമ്മൾ പകച്ചു നിൽക്കാതെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നോക്കാം. നമുക്കറിയാം എന്തായാലും ഉണ്ടാവുന്ന ഒരു പ്രവർത്തനമാണ് സംഭാഷണം തയ്യാറാക്കൽ. സംഭാഷണത്തിനെ നമ്മൾ പറയുക ഗുഫ്തഗു എന്നാണ്. എന്താ പറയുക? ഗുഫ്തഗു തയ്യാർ കീജിയെ എന്നാണ് പറയുക. ഗുഫ്തഗു തയ്യാറാക്കുക. മനസ്സിലായോ? ഗുഫ്തഗു തയ്യാറാക്കുക അഥവാ സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഈ വാക്ക് ഓർത്ത് വെക്കുക, ഗുഫ്തഗു തയ്യാർ കീജിയെ. അതുപോലെ തന്നെ വരുന്നവരാണ് നോട്ട് തയ്യാർ കീജിയെ. നോട്ട് തയ്യാറാക്കുക. വിഷയം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബർസാത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ബർസാത്ത് കേ ബാരേ മേ, ബർസാത്ത് കേ ബാരേ മേ. ഈ കേ ബാരേ മേ എന്നുള്ള വാക്ക് പഠിക്കുക. അതിനെക്കുറിച്ച് എന്നുള്ള അർത്ഥമാണ്. ബർസാത്ത് കേ ബാരേ മേ നോട്ട് ലിഖിയേ, നോട്ട് തയ്യാറാക്കുക. നമ്മൾ 7ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് തന്നെ നോട്ട് തയ്യാറാക്കാനാണ് പറയുക മിക്കവാറും. ജുംല തയ്യാറാക്കലൊക്കെ ചെറിയ കുട്ടികൾക്കാണ് അല്ലേ. അപ്പം ഈ കേ ബാരേ മേ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. അപ്പം മനസ്സിലാക്കുക, നോട്ട് എഴുതുക. നോട്ട് ലിഖിയേ എന്ന് പറഞ്ഞാൽ നോട്ട് എഴുതുക. എന്തിനെക്കുറിച്ചാണ്? ബർസാത്തിനെ കുറിച്ച്, മഴക്കാലത്തെക്കുറിച്ച്. ഇനിയിപ്പോൾ വേറെ എന്തിനെങ്കിലും കുറിച്ചാണെന്നുണ്ടെങ്കിൽ വയലിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എഴുതുക? കേത്ത് കേ ബാരേമേ. അപ്പോൾ എന്താണോ അതിനെക്കുറിച്ച്. അപ്പോൾ ഈ ഫ്രണ്ടിൽ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ബാക്കി എഴുതേണ്ടത്. പിന്നെ നുഉര എന്ന് പറഞ്ഞാൽ എന്താ? മുദ്രാവാക്യങ്ങൾ, സ്ലോഗൻസ് തയ്യാറാക്കുക. നുഉരെ തയ്യാർ കീജിയെ. അപ്പോൾ ഇത് പഠിക്കുക, സ്ലോഗൻസ്. ഇനി അടുത്തതൊരെണ്ണമാണ് മത്ലബ് ലിഖിയെ. മത്ലബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയം. കവിത തന്നിട്ട് കവിതയുടെ ആശയം എഴുതാൻ പറയും അല്ലേ. ആ കവിതയുടെ ആശയം എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ അതിനെന്താ പറയുന്നത്? മത്ലബ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ വാക്ക് ഓർത്ത് വെക്കുക, മത്ലബ്, ആശയം. പിന്നെ പറയാറുണ്ട് ഒരു കഥ തന്നിട്ട് അതിന് തലക്കെട്ട് നൽകാൻ. മുനാസിബ് ഉൻവാൻ അഥവാ തലക്കെട്ട്. അപ്പോൾ ഇത് നമ്മുടെ ചോദ്യപേപ്പറിൽ കണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, തലക്കെട്ട് തയ്യാറാക്കലാണ്. ഇനിയിപ്പോൾ സവാൽ എന്ന് പറഞ്ഞാൽ എന്താ? സവാലോൻ തയ്യാർ കീജിയെ എന്ന് പറഞ്ഞാലോ ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം. ഇനിയിപ്പോൾ ചോദ്യം തന്നിട്ടുണ്ട് ജവാബ് ലിഖി എന്നാണെന്നുണ്ടെങ്കിലോ, ജവാബാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കണം അത് ഉത്തരം എഴുതലാണെന്ന്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ പരീക്ഷയിൽ വരിക അല്ലേ. അതുപോലെ തന്നെ ചിലപ്പോൾ വരാം കഹാനി അല്ലേ, കഥ പൂർത്തിയാക്കുക. എന്നുള്ളതിന് കഥ എന്നുള്ളതിനുള്ള വാക്ക് എന്താ? കഹാനി പൂരാ കീജിയെ അല്ലെങ്കിൽ കഹാനി പൂർ കീജിയെ എന്നൊക്കെ പറയും അല്ലേ. കഥ പൂർത്തിയാക്കുക. പിന്നെ ഹമാവാസ് അൽഫാസ് അതൊന്നുള്ളതാണ് അല്ലേ. ഹമാവാസ് അൽഫാസ് പറഞ്ഞാൽ എന്താ സംഭവം? റൈമിങ് വേർഡ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് മിക്കവാറും എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഇത് എന്തൊക്കെയാണ് വേർഡ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരെണ്ണം കൂടി, മുനാസിബ് ജോഡ് പഹ്ചാൻ കർ ലിഖിയെ അങ്ങനെ പറയാറുണ്ട്. ജോഡി ആയിട്ട് എഴുതാൻ, നമ്മൾ ചേർത്തെഴുതില്ലേ, ചേരുമ്പടി ചേർത്തെഴുതുക, അങ്ങനെയൊന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഉത്തരം എഴുതാനുള്ള ആ ഒരു രീതിയിലേക്ക് പോകാം. നമുക്ക് വാക്കുകൾ വേഗം നോക്കാം.
ഒന്ന് ബർസാത്ത് എന്നുള്ള വാക്ക് പഠിക്കുക. ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴക്കാലം. പിന്നെ ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. ഇനി ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം. ഇനി ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ എന്നാണ് അർത്ഥം അല്ലേ? വയൽ, പാടങ്ങൾ എന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ ബാ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ഇനിയിപ്പോൾ കേത്തോ എന്ന് പറഞ്ഞാൽ എന്താ? കേത്തോ എന്ന് പറഞ്ഞാൽ വയലുകൾ. അതേപോലെ തന്നെ ബാ ഓ എന്ന് പറഞ്ഞാൽ പൂന്തോപ്പുകൾ, വയലുകൾ. അപ്പോൾ അത് പഠിക്കുക. ഇനി ജാൻ എന്നുള്ള വാക്ക്, ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ. ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ. അതുപോലെ തന്നെ ഷാൻ എന്ന് പറഞ്ഞാൽ അന്തസ്സ് അല്ലെങ്കിൽ പ്രൗഢി എന്നുള്ള അർത്ഥമാണ്. അടുത്തത് ആയി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആയാ ഹേ എന്ന് പറയുന്ന വാക്ക്, വന്നു. ആയ എന്ന് പറഞ്ഞാൽ വന്നു എന്നുള്ള ആ ഒരു വാക്ക്. പിന്നെ ഹൂബ് സൂറത്ത് എന്നുള്ള വാക്ക്. ഹൂബ് സൂറത്ത് എന്താ? ഹൂബ് സൂറത്ത് ഭംഗിയുള്ള. അതുപോലെ തന്നെ നസാറ എന്നുള്ള വാക്ക്. നസാറ എന്ന് പറഞ്ഞാൽ കാഴ്ച അല്ലെങ്കിൽ ദൃശ്യം എന്നൊക്കെയുള്ള വാക്ക്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? മഴയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ബാരിഷ് കാ നസാറ, മഴക്കാല കാഴ്ചയെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് എന്തൊക്കെ എഴുതാം? നോക്കൂ, ബാരിഷ് കാ നസാറ ബഹുത്ത് ഹൂബ് സൂറത്ത് ഹേ. ബാരിഷ് കാ നസാറ ഹൂബ് സൂറത്ത് ഹേ. മഴയുടെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിൻ്റെ കൂടെ ക എന്ന് വേണം, മഴയുടെ. ബാരിഷ് കാ നസാറ ഹൂബ് സൂറത്ത് ഹേ. പിന്നെ ബാരിഷ് കെ വക്ത് കേത്തോ മേ ജാൻ ആയാ ഹേ, അല്ലെങ്കിൽ ബാ ഓ മേ ഷാൻ ആയാ ഹേ അല്ലേ? ഷാൻ ആയി അല്ലെങ്കിൽ കേത്തോ മേ ജാൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, അതെല്ലാം നമുക്കിതൊന്ന് എഴുതാൻ പറ്റും. പിന്നെ ആസ്മാൻ മേ ബാദൽ ഛാ ഗയാ ഹേ അല്ലേ? വ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചാത്തേഹേം വ്യാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിൽ നിന്ന് എഴുതാൻ പറ്റും. പിന്നെ ഹേ എന്നുള്ള വാക്ക്, ആ ഹേ എന്നുള്ള വാക്ക് എന്തായാലും വേണം. ഉണ്ട് അല്ലെങ്കിൽ ആണ് എന്നുള്ള ആ ഒരു വാക്ക് എന്തായാലും വേണം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മഴക്കാലത്തെക്കുറിച്ച് വളരെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ബറസ് രഹാഹേ എന്നുള്ള വാക്ക്. ബറസ് രഹാഹേ എന്ന് പറഞ്ഞാൽ പെയ്യുന്നു, പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മുടെ അതുപോലെ ഹവ കേട്ടോ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ടണ്ട എന്ന് പറയുന്ന വാക്ക്. ടണ്ട എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ്. ഹോത്തേഹേ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നു എന്നുള്ള അർത്ഥമാണ്. ഉണ്ടാവുന്നു. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു വാക്കാണ് പാനി, വെള്ളം. പിന്നെ വെള്ളം ഒരുപാടുണ്ടാവില്ലേ? ബടുത്തീഹേ, വർദ്ധിക്കുന്നു എന്നുള്ളൊരു വാക്ക്, അത് നമുക്ക് വേണ്ടതാണ് കേട്ടോ. ബടുത്തീഹേ എന്നുള്ള വാക്ക് ഞാൻ അവിടെ എഴുതുന്നുണ്ട്. കൂടുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നു എന്നുള്ള വാക്ക്. ഇനിയിപ്പോൾ നദി, നാലേ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം? മഴക്കാല കാഴ്ചയെക്കുറിച്ച് എഴുതാം. അതുപോലെ തന്നെ ബാരിഷ് കാ മൗസത്തിനെ കുറിച്ചും നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം: ബാരിഷ് കെ മൗസം മേ ഹവ ടണ്ടാ ഹവ ഹോത്തേ ഹേ അല്ലെങ്കിൽ ടണ്ടി ഹവ ചലത്തേ ഹേ എന്ന് എഴുതാം. പാനി ബഡ്ത്തേ ഹേ എന്ന് എഴുതാം. പിന്നെ കേത്തോ മേ ജാൻ ആത്തി ഹേ എന്ന് എഴുതാം. ബാ ഓ മേ ഷാൻ ആത്തി ഹേ എന്ന് എഴുതാം. ആസ്മാൻ പർ ബാദൽ ചാത്തേ ഹേ എന്ന് എഴുതാം. പിന്നെ ബാരിഷ് ബറസ് രഹാ ഹേ എന്ന് എഴുതാം. ഇതൊക്കെ മഴക്കാല കാഴ്ചയുടെ കാഴ്ചകളാണ്, അതുപോലെ ദൃശ്യങ്ങളാണ് അല്ലേ? അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് വാക്കുകളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഗർമി കാ മൗസത്തിനെ കുറിച്ചും എഴുതാൻ പറ്റും. ഇനി ആ വാക്കുകൾ ഏതാണെന്ന് നോക്കാം. ഇനി വേനൽക്കാലത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ആദ്യം വേനൽക്കാലത്തിന് നമുക്കറിയാം, എന്താ പറയുക? ഗർമി കാ മൗസമാണ്. അതുപോലെ തന്നെ ബാരിഷ് കാ മൗസം എന്ന് പറഞ്ഞാലാണ് എന്ത്? മഴക്കാലം. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ 2-3 വാക്കുകളായില്ലേ? ഗരം എന്ന് പറഞ്ഞാൽ ചൂട്, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. ഗർമി കാ മൗസം വേനൽക്കാലം, ബാരിഷ് കാ മൗസം മഴക്കാലം. ഇനിയിപ്പോൾ വെള്ളം എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു. പാനി കുറവാവുകയാണ് ചെയ്യുക. എവിടെ?
വേനൽക്കാലത്ത്. അപ്പോൾ പാനി കം ഹോ രഹി ഹേ അല്ലേ, കം ഹോ രഹി ഹേ എന്ന് പറഞ്ഞാൽ വെള്ളം കുറയുന്നു, അല്ലെങ്കിൽ പാനിക്ക് കമി ഹോ രഹി ഹേ വെള്ളത്തിൻ്റെ കുറവുണ്ടാകുന്നു. പിന്നെ ഈ ഒരു വാക്ക് പഠിച്ചു വയ്ക്കുക, ഉഗാത്തേഹേ. ഉഗാത്തേഹേ എന്ന് പറഞ്ഞാൽ മുളയ്ക്കുന്നു, മുളയ്ക്കുകയാണ്. അതേസമയം സൂക്ക് തേഹേ എന്ന് പറഞ്ഞാലോ അത് ഉണങ്ങുന്നു എന്നുള്ള അർത്ഥമാണ്, ഉണങ്ങിപ്പോകുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇനി നമുക്കറിയാം ചെടികൾ, മരങ്ങൾ എന്നുള്ളതിനെ പേട് പൗതേ എന്ന് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഖേത്ത് എന്ന് എഴുതാം, നമുക്ക് വയൽ എന്ന് എഴുതാം. അപ്പോൾ ഇത് പഠിച്ചാലും ഗുണമാണ് കേട്ടോ, ചെടികളും മരങ്ങളും. അപ്പോൾ നോക്കൂ, ഇത്രയും വാക്കുകൾ വെച്ച് നമുക്ക് ഗർമി കാ മൗസത്തിനെ കുറിച്ച് എഴുതാൻ പറ്റില്ലേ. ഗർമി കാ മൗസം മേ പാനി കി കമി ഹോ രഹി ഹേ. പിന്നെ പേട് പൗതേ സൂക്ക് തേഹേ അല്ലെങ്കിൽ സൂക്ക് രഹേ ഹേ എന്ന് എഴുതാം, സൂക്ക് ഹോ ജാത്തേ ഹേ എന്ന് എഴുതാം. പിന്നെ എന്തെഴുതാം, ഗരമാണ് കൂടുന്നത് അല്ലേ. അപ്പോൾ ഹവ ഗരം ഹോത്തേ ഹേ അല്ലെങ്കിൽ ഗർമി ഹോത്തേ ഹേ, ആ സമയത്ത് നമുക്ക് ചൂടുണ്ടാവുന്നുണ്ട് എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ 3 പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇനിയിപ്പോൾ സേലാബിനെ കുറിച്ചാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ എന്തെഴുതാം, അപ്പോഴും എഴുതാം ബാരിഷ് ബറസ് രഹാ ഹേ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പാനി ബഡ്ത്തി ഹേ എന്ന് എഴുതാം. നദീനാലേ മേ നദികളിലും തോടുകളിലും പുഴകളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം കൂടുന്നു, സേലാബിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു വാക്ക് പഠിക്കുക, ടൂബ് ഹോ ജാത്തേ ഹേ. ഡൂബ് ഹോ ജാത്തേ ഹേ എന്ന് പറഞ്ഞാൽ മുങ്ങുന്നു. എന്തൊക്കെ മുങ്ങിപ്പോകുന്നുണ്ട്, ചെടികളും വീടുകൾ മുങ്ങിപ്പോകുന്നുണ്ട് അല്ലേ. ടൂബ് ഹോ ജാത്തേ ഹേ. മുങ്ങുന്നു എന്ന് മാത്രം ഞാനിപ്പോൾ എഴുതുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു വാക്കും കൂടി പഠിക്കുക, ഗിർത്തേ ഹേ, വീഴുന്നു. സേലാബ് എന്നുള്ള വാക്ക് ആദ്യം പഠിക്കണേ. പിന്നെ വീടിനെ നമുക്കറിയാം ഗർ ആണ് അല്ലേ, ഗർ ആണ് വീട്. അപ്പോൾ സേലാബിനെ കുറിച്ചാണ് എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്, സേലാബ് കെ വക്ത് ഗർ ഡൂബ് ഹോ ജാത്തേ ഹേ. അതുപോലെ തന്നെ നദി നാലേ മേ പാനി, വെള്ളം കൂടുന്നു, അത് നമ്മൾ പഠിച്ചു, ബഡ്ത്തി ഹേ. പിന്നെ പേട് പൗതേ ഗിർത്തേ ഹേ. പിന്നെ എന്തെഴുതാം, ഒഴുകിപ്പോകുന്നുണ്ട്, പേട് പൗതേ. അതുപോലെ തന്നെ ജാൻവർ, പരിന്ത, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബഹ്ത്തേ ഹേ, ഒഴുകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏതിനെക്കുറിച്ച് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കേണ്ട വാക്കാണ് നമ്മുടെ പടോസി എന്നുള്ളതിലുള്ള മത്ലബിൻ്റെ കാര്യങ്ങളില്ലേ, മത്ലബ് എഴുതാൻ വരും. ആ പടോസിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ, പടോസി എന്ന് ആദ്യം പഠിക്കുക, അയൽക്കാർ അല്ലേ. ഇതിൽ സീതേ സാദേ എന്നുള്ള വാക്ക്, സീതേ സാദേ അഥവാ നിഷ്കളങ്കർ. ഇനി പ്യാരേ എന്നുള്ള വാക്ക്, പ്യാരയൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ് കേട്ടോ, ഏതിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പ്യാരേ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ. ഇനി മദദ്ഗാർ എന്നുള്ള വാക്ക്, മദദ്ഗാർ എന്ന് പറഞ്ഞാൽ സഹായി എന്നുള്ള വാക്ക്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, തവാസു കർത്തേഹേ എന്നുള്ള വാക്ക്, കർത്തേഹേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നാണ്, തവാസു കർത്തേഹേ, സൽക്കരിക്കുന്നു, നമ്മളെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്ക്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കൂ, ഹമാരേ എന്നുള്ള വാക്ക്, ഹമാരേ എന്ന് പറഞ്ഞാൽ നമ്മുടെ. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്കാണ് അച്ഛാ എന്നുള്ളത്, നല്ലവർ, നല്ലത് എന്നുള്ള വാക്ക്. നോക്കൂ, ഇത് വെച്ച് നമുക്ക് പടോസിയെക്കുറിച്ച് എന്തൊക്കെ എഴുതാം, മത്ലബ് എഴുതണമെങ്കിൽ എഴുതാം, നോട്ട് തയ്യാറാക്കണമെങ്കിൽ എഴുതാം. ഇപ്പോൾ ഏതെങ്കിലും കവിത തരട്ടെ, പക്ഷെ അല്ലെങ്കിൽ ഏതെങ്കിലും വരികൾ തരട്ടെ, പക്ഷേ നമുക്ക് ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രം തന്നെ പടോസിയെക്കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കാൻ പറ്റും. നോക്കൂ, ഹമാരേ പടോസി सीधे सादे है, हमारे पड़ोसी हमारे मददगार है, वो बहुत प्यारे हैं, वो हमें तवाज़ु करते हैं, वो बहुत अच्छे हैं. മനസ്സിലായോ? ഈ വാക്കുകൾ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പടോസിയെക്കുറിച്ചുള്ള നോട്ടും തയ്യാറാക്കാൻ പറ്റി. ഇനി ബാക്കിയുള്ളത് നോക്കാം. ഇനിയിപ്പോൾ ഒരു സംഭാഷണം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മെയിനായിട്ട് വേണ്ട ഒരെണ്ണമാണ് ആദാബ്
അല്ലേ? ആരോടാണോ സംസാരിക്കുന്നത് അവരോട് നമ്മൾ ആദാബ് പറയുന്ന ആ വാക്ക് നിർബന്ധമായും പഠിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് 2 വരി തയ്യാറാക്കാൻ പറ്റും, ഇല്ലേ? ഇപ്പോൾ രാജുവും രാമുവും തമ്മിലുള്ള സംഭാഷണമാണെന്നുണ്ടെങ്കിൽ ആദ്യം ആദാബ് രാജു, അപ്പോൾ തിരിച്ച് ആദാബ് രാമു, അല്ലേ? അത് പറയാം. മനസ്സിലായോ? അപ്പോൾ ആ ആദാബ് എന്തായാലും നമ്മൾ പഠിച്ചു വയ്ക്കുക. കഥാപാത്രങ്ങൾക്കനുസരിച്ച് പേര് മാറ്റുക. ഇനി സംഭാഷണത്തിൻ്റെ അവസാനം വരിക ഒന്നില്ലെങ്കിൽ ഹുദ ഹാഫിസ് എന്ന് പഠിക്കുക, എന്ന് വെച്ചാൽ ഗോഡ് ബ്ലെസ് യു എന്നുള്ള അർത്ഥം. അതല്ലാന്നുണ്ടെങ്കിൽ ടീക്ക് ഹേ എന്നുള്ള വാക്ക് പഠിക്കുക, ശരി എന്നുള്ള വാക്ക്. അപ്പോൾ ഇങ്ങനെ 2 ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 2 വരിയായി. പിന്നെ എന്ത് വിഷയമാണോ തന്നിരിക്കുന്നത് ആ വിഷയത്തിനെ കുറിച്ച് ചോദിക്കുക. ആ വിഷയത്തിനെക്കുറിച്ച് ചോദിക്കേണ്ടത് ഒരു 2 വരിയിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഒരു സംഭാഷണം തയ്യാറാക്കാൻ പറ്റും. പിന്നെ ചോദ്യപദങ്ങൾ പഠിക്കണം. ചോദ്യപദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കെല്ലാം മനസ്സിലാവുള്ളൂ. ചോദ്യപദങ്ങൾ ഏതൊക്കെയാണ്? ക്യാ എന്നുള്ളത് എന്ത്, കോൻ എന്നുള്ളത് ആര്. അപ്പോൾ യേ ക്യാ ഹേ എന്ന് പറഞ്ഞാൽ നമുക്കറിയണം, കോൻ, അല്ലേ? കിത്തന എത്ര, കബ് എപ്പോൾ, കൈസേ എങ്ങനെ, കഹാ എവിടെ, പിന്നെ ക്യോം എന്തുകൊണ്ട്. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ പഠിക്കണം. ഈ വാക്കുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇപ്പോൾ ഒരു കഥ തന്നു അതിൽ നിന്നൊരു ചോദ്യം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ചോദ്യം തയ്യാറാക്കണമെങ്കിൽ ഈ വാക്കുകൾ വേണം. അതേസമയം ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എഴുതണം. ഇനിയിപ്പോൾ ഏത് ചോദ്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേ ക്യാ ഹേ എന്നുള്ളൊരു ചോദ്യമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ യേ ക്യാ ഹേ, യേ കോൻ ഹേ എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ഈ ക്യോം ഒഴിച്ച് ബാക്കി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ, ഈ കൈസേ അല്ലെങ്കിൽ ക്യോം, കൈസേയും ക്യോമും ഒഴിച്ചുള്ള ബാക്കി ഏത് ചോദ്യം തന്നാലും ഈ ചോദ്യപദത്തിന് പകരം നമ്മൾ ഉത്തരം കണ്ടെത്തുന്നു, ആ ഉത്തരം എഴുതുക. ബാക്കിയെല്ലാം ഇതുപോലെ എഴുതാം. ഉദാഹരണത്തിന് ഇവിടെ ഇതെന്താണ് നമുക്കറിയാം, ഇത് മാങ്ങയാണ്, അല്ലേ? അപ്പോൾ ഈ ക്യാ ഹേ എന്ന് ചോദിച്ചു, അപ്പോൾ ഞാൻ എഴുതുകയാണ് ഇത് ആം ആണെന്ന് എനിക്കറിയാം, അപ്പോൾ ആം എന്ന് ഞാൻ എഴുതി. എന്നിട്ട് ക്യാക്ക് മുന്നുള്ള ഏ അതുപോലെ എഴുതി, ഇതിന് ശേഷമുള്ള ഹേ ഇങ്ങനെ എഴുതി. ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതേസമയം ക്യോം വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ക്യോം കേ എന്തുകൊണ്ടെന്നാൽ എന്ന് വെച്ച് തുടങ്ങുക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ തയ്യാറാക്കൽ, ഉത്തരങ്ങൾ തയ്യാറാക്കൽ, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എളുപ്പമായിരിക്കും. ഇനി ഒന്ന് തലക്കെട്ടാണെന്നുണ്ടെങ്കിൽ തലക്കെട്ട് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥ നന്നായി വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ പൊരുളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തലക്കെട്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു എളുപ്പമാർഗ്ഗം ആ കഥയിൽ എന്തായാലും കുറച്ച് കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ആവർത്തിച്ച് വരുന്ന കഥാപാത്രത്തിൻ്റെ പേരുണ്ടാവുമല്ലോ, ആ പേര് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കഥയ്ക്ക് പേര് കൊടുക്കാം. ഉദാഹരണത്തിന് നമ്മുടെ നന്ദുവിൻ്റെ കഥയാണെന്നുണ്ടെങ്കിൽ നന്ദു എന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നന്ദു എന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ കഥയ്ക്ക് പേര് കൊടുക്കാം. നമുക്ക് ആ പേരിടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അല്ല, 2 കഥാപാത്രങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 കഥാപാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഔർ സെൻറ്ററിൽ ചേർക്കുക. അപ്പം നന്ദുവും രാജുവും തമ്മിലുള്ള കഥയാണെന്നുണ്ടെങ്കിൽ നന്ദു ഔർ രാജു എന്ന് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കഥാപാത്രം ആരാണോ, ഇനിയിപ്പോൾ പേരുകളായിട്ടല്ല, ഇപ്പോൾ ഗായേൻ്റെ കഥയാണ്, പശുവിൻ്റെ കഥയാണെന്നുണ്ടെങ്കിൽ ഗായേ. അപ്പോൾ എന്താണോ ആരാണോ അതിലെ കഥാപാത്രം, ആ കഥാപാത്രം വെച്ച് എന്ത് ചെയ്യുക, പേര് കൊടുക്കുക, കഥയ്ക്കുള്ള പേര് കൊടുക്കുക. ഒന്നും ചെയ്യാതിരിക്കരുത്, മാർക്ക് പോകും. അപ്പോൾ ചോദ്യങ്ങൾ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ ചോദ്യപദങ്ങൾ നിർബന്ധമായും പഠിക്കണം. ഓക്കെ. അതുപോലെ തന്നെ കഥയ്ക്ക് ഒരു പേര് നൽകണം എന്നുണ്ടെങ്കിൽ അത് നന്നായി വായിച്ചിട്ട് അതിലെ കഥാപാത്രം ആരാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നുര തയ്യാറാക്കൽ, അഥവാ മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കൽ. മുദ്രാവാക്യം തയ്യാറാക്കാൻ കുറച്ച് വേർഡ്സ് മതി. ഒന്ന് ഈ ബച്ചാവോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ എന്നുള്ള അർത്ഥമാണ്. ബച്ചാവോ, രക്ഷിക്കൂ. ഇനി ബർബാദ് ന കരോ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കരുത് എന്നുള്ള വാക്കാണ്. ഇനി ഹിഫാസത്ത് കരോ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കൂ എന്നുള്ള വാക്കാണ്. ഇനി പേട് പൗതയെ നമുക്കറിയാലോ, ചെടികളും മരങ്ങളും അല്ലേ? ഇനി വയൽ നമുക്കറിയാം, വയൽ നമ്മൾ പഠിച്ച വാക്കാണ് ഖേത്ത്. ഞാൻ വീണ്ടും എഴുതിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കാടിനെ നമുക്കറിയാലോ, ജംഗിൾ, കാട്.
ഇനി നമ്മുടെ പരിസ്ഥിതി എന്നുള്ളതിനുള്ളൊരു വാക്ക് പഠിച്ചു വെക്കുക. മാഹൂല്, പരിസ്ഥിതി. പരിസ്ഥിതി അല്ലെങ്കിൽ പരിസരം എന്നൊക്കെ പറയില്ലേ, പരിസരം. ഇനി നോക്കൂ, ഈ വാക്ക് വെച്ച് നമുക്ക് എന്തിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും ന്യൂര തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വയൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് എന്ന് വിചാരിക്കുക, ന്യൂരയാണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് തയ്യാറാക്കാം. കേത്ത് ബച്ചാവോ. നോക്കൂ, കേത്ത് ബച്ചാവോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇതായി. ഇനി കേത്ത് ബർബാദ് ന കരോ, എന്ത് ചെയ്യരുത്, വയൽ നശിപ്പിക്കരുത്. ഇനി അടുത്തത് നമുക്ക് എഴുതാം, കേത്ത് ഹിഫാസത്ത് കരോ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ തന്നെ നോക്കൂ, മൂന്ന് ന്യൂരയായി. ഇനി നമുക്ക് എഴുതാം, കേത്ത് ബച്ചാവോ മാഹൂൽ ഹിഫാസത്ത് കരോ. ഇത് രണ്ടും കൂടി ചേർത്താൽ ഒരു ഇതായി. മനസ്സിലായോ? ഇനിയിപ്പോൾ വയലുകളുടെ ആയി. ഇനി നമ്മുടെ പരിസരം സംരക്ഷിക്കണം എന്നാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം എഴുതാം മാഹൂൽ ബച്ചാവോ, മാഹൂൽ ഹിഫാസത്ത് കരോ, പേട് പൗദേ ബർബാദിന കരോ, അല്ലെങ്കിൽ പേട് പൗദേ ബച്ചാവോ, കേത്ത് ബർബാദിന കരോ. ഇതെല്ലാം എഴുതിയാലും എന്തായി, ജംഗിൾ ബച്ചാവോ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്തായി ഇതിനെക്കുറിച്ചുള്ളതായി. ഇനിയിപ്പോൾ വെള്ളത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പാനി ഹിഫാസത്ത് കരോ, പാനി ഹിഫാസത്ത് കരോ. പിന്നെ അതുപോലെ തന്നെ ജംഗിൾ ബച്ചാവോ, വെള്ളം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കാട് വേണ്ടേ, കാടൊക്കെ വേണമല്ലോ അല്ലേ, മരങ്ങളും ചെടികളും വേണ്ടേ. ജംഗിൾ ബച്ചാവോ, കേത്ത് ബച്ചാവോ, അതുപോലെ തന്നെ പാനി ഹിഫാസത്ത് കരോ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഏത് വിഷയം തന്നാലും അതിനുള്ള ന്യൂര തയ്യാറാക്കാനുള്ള വാക്കുകളാണിത്. അപ്പോൾ ഇത് നിർബന്ധമായും നമ്മൾ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഗുഫ്തഗുവിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ന്യൂരൻ്റെ കാര്യം പറഞ്ഞു, മത്ലബിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഒന്നില്ലെങ്കിൽ ബർസാത്തിനെ കുറിച്ചുള്ള മത്ലബായിരിക്കും, അല്ലെങ്കിൽ പടോസിയെക്കുറിച്ചുള്ള മത്ലബായിരിക്കും. അപ്പോൾ അതിനുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവയെക്കുറിച്ച് എഴുതുക. ഇനിയിപ്പോൾ ഒരു ചോദ്യമല്ല, ഒരു കഥ തന്നു, അതിന് തലക്കെട്ട് നൽകാൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കലും, ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി വായിക്കുക. അതിനെ നമ്മൾ ആ ചോദ്യപദങ്ങൾ വൃത്തിയായി പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഭക്ഷണങ്ങളുടെ പേര് നമ്മൾ പഠിച്ചിട്ട് പോവുക. ദൂത് ഒക്കെ വളരെ സിമ്പിളാണ്. ദൂത്, ഇനാച്ച്, തർക്കാരി, പൽ. മനസ്സിലായോ? പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക, മസേദാർ എന്ന് പറഞ്ഞാൽ രുചികരം. പിന്നെ അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലത്. സിഹത്ത് കോ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്. പിന്നെന്താണ്, പസന്തീത എന്നുള്ളത് പഠിക്കുക. പസന്തീത, ഇഷ്ടപ്പെട്ട. ഇനി എൻ്റെ എന്നുള്ളതിനുള്ള വാക്ക് നിങ്ങൾക്കറിയാലോ. എന്താണ് എൻ്റെ എന്നുള്ളതിൻ്റെ? മേര. ഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഹേ നമുക്കറിയാം. ഇത് നോക്കൂ, ഇത് വെച്ച് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനെ കുറിച്ച് എഴുതാൻ പറ്റും. നോക്കൂ, മേര പസന്തീദ ഖാന. ഞാൻ പറയാണ്, ദൂതാണെങ്കിൽ മേര പസന്തീദ ഖാന ദൂത് ഹേ, അല്ലെങ്കിൽ മേര പസന്തീദ ഖാന എന്ത് തർക്കാരിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതാം. ടമാറ്റർ ആണെങ്കിൽ ടമാറ്റർ എഴുതാം, ഗാജർ എഴുതാം, എന്തെങ്കിലും എഴുതാം. അല്ലെങ്കിൽ എനിക്ക് സേബാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മേര പസന്തീദ പൽഹേ സേബ്, അത് വളരെ രുചികരമാണ്. മസീദാർ ഹേ. പിന്നെ സിഹത് കോ അച്ഛാ ഹേ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം. ഇനിയിപ്പോൾ മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ മീട്ടാ ഹേ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനെ കുറിച്ച് എഴുതാനും പറ്റും. അപ്പോൾ ബർസാത്തിനെ കുറിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ ഏകദേശം എല്ലാം കവർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ സേലാബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സേലാബ് എങ്ങനെയാണ്, ഗർമിക മൗസത്തിനെ കുറിച്ചും ബാരിഷ്ക മൗസത്തിനെ കുറിച്ചുള്ള വാക്കുകൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹംബി സാത്തിഹെ എന്നുള്ളതിൽ ഉള്ള പാഠഭാഗത്തിലാണ്. അതിപ്പോൾ ഒരു സംഭാഷണമായിട്ടാണ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ നിങ്ങൾ വൃത്തിയായി പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അപ്പോൾ ഹുദാ ഹാഫിസ്.